കോഴിക്കോട്ടെ വ്യാപാരികളെ അവഗണിച്ച് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്ന നീക്കവുമായി സർക്കാർ മുന്നോട്ട്. കല്ലുത്താൻ കടവിൽ പുതുതായി നിർമ്മിച്ച കോംപ്ലക്സിൽ പച്ചക്കറി മാർക്കറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വ്യാപാരികൾ പ്രതിഷേധിക്കും. അഴിമതി ലക്ഷ്യമിട്ടാണ് പച്ചക്കറി മാർക്കറ്റ് പാളയത്തു നിന്നും മാറ്റുന്നത് എന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. ഉദ്ഘാടനം ഉൾപ്പെടെ ബഹിഷ്കരിച്ച് കരിദിനം ആചരിക്കാനാണ് പാളയം കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കോഴിക്കോട്ടെ വ്യാപാരികളെ അവഗണിച്ചുകൊണ്ടാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്ന നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നാണല്ലോ പ്രധാനമായും ഉയരുന്ന ആരോപണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഈ നീക്കം നടത്തുന്നത് എന്നാണ് പാളയം കോർഡിനേഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്? രോഹിണി, കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലത്തുള്ള മാർക്കറ്റാണ് ഈ പാളയം മാർക്കറ്റ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ കച്ചവടം നടക്കുന്ന കോഴിക്കോടിന്റെ ഏറ്റവും നല്ല പ്രദേശത്തുള്ള കണ്ണായ സ്ഥലത്തുള്ള മാർക്കറ്റാണ്. ഈ മാർക്കറ്റാണ് നഗരത്തിൽ നിന്ന് അല്പം മാറി ഉൾപ്രദേശമായിട്ടുള്ള കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നത് എന്നതാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിക്ക് ഈ മാർക്കറ്റിന്റെ കല്ലുത്താൻ കടവിലുള്ള മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പക്ഷേ ഈ കല്ലുത്താൻ കടവിലേക്ക് പാളയം മാർക്കറ്റ് മാറ്റിയതിൽ വലിയ പ്രതിഷേധമാണ് ഇവിടെയുള്ള വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, തങ്ങളാരും ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല എന്നാണ് വ്യാപാരികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ഇവിടെയുള്ള തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത്. അവർ ഇത്തരത്തിൽ മാറാൻ തയ്യാറല്ല എന്ന് പറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. കാരണം ഇത്രയധികം സ്ഥല സൗകര്യങ്ങളുള്ള സ്ഥലത്താണ് പാളയം മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കല്ലുത്താൻ കടവിലെ ഈ പുതുതായി നിർമ്മിച്ച ആ ബിൽഡിംഗിൽ 60-50 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള റൂമുകളാണുള്ളത്. അവിടെ എങ്ങനെയാണ് തങ്ങൾ ഈ വ്യാപാരം നടത്തുക എന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. ഇവിടെ കറുത്ത ബാഡ്ജ് ധരിച്ച് തങ്ങൾ ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് നിങ്ങൾ ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ലാത്തതിന്റെ കാരണം എന്താണ്? നമ്മളിവിടെ ആദ്യം ജോലി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടുന്ന് മാറാൻ, നമ്മൾ പണ്ടേ ഉള്ള ആൾക്കാരാണ്. നമുക്ക് ഇവിടുന്ന് മാറാൻ ഇഷ്ടമില്ല, തീരെ ഇഷ്ടമില്ല. ഇവിടുന്ന് നിങ്ങൾ മാറിയാൽ ഏതെങ്കിലും തരത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം? തീർച്ചയായിട്ടും തൊഴിൽ നഷ്ടപ്പെടും. തൊഴിൽ മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരെ പട്ടിണിയിലേക്ക് പോകും. പട്ടിണിയിലേക്ക് പറഞ്ഞാൽ അവിടെ ചെറിയ സൗകര്യമുള്ളൂ. അവിടെ താഴത്തുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് താഴത്ത് വിൽപ്പന നടത്തി കയറ്റി. മാർക്കറ്റിലെ ലൈസൻസുകൾക്ക് സ്ഥാപനം കൊടുത്തിട്ടില്ല. മാർക്കറ്റിലെ ലൈസൻസ് സ്ഥാപനം കൊടുത്തത് മുകളിലാണ്. മുകളിലേക്ക് ഈ ചരക്ക് കയറാനും ഇറങ്ങാനും കുറയും. ആളുകൾ സാധനം വാങ്ങാൻ ഈ 150 പരം ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. ഓരോ ജീവിതം പരിപൂർണമായിട്ട് നഷ്ടപ്പെടും. അവിടെ താഴത്ത് കോർപ്പറേറ്റുകൾക്ക് മാത്രം, വലുതായ ആളുകൾക്ക് മാത്രം മാർക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അതായത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് ഇവിടെ നിന്ന് മാറാൻ നിങ്ങൾ തയ്യാറല്ല. ഇന്ന് മുഖ്യമന്ത്രി ഈ കല്ലുത്താൻ കടവിലെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടുന്ന് ഏത് രീതിയിലാണ് പ്രതിഷേധിക്കുക? ഞങ്ങള് ചങ്ങല, മത്സ്യച്ചങ്ങല രൂപത്തിൽ നമ്മൾ ഇവിടുന്ന് സമരം നടത്താനുള്ള തീരുമാനിച്ചു. നിങ്ങൾ ഒരു തരത്തിലും ഇവിടെ നിന്ന് മാറില്ല എന്നുള്ളതിന്? ഒരിക്കലും ഇവിടുന്ന് വ്യാപാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ കോർഡിനേഷൻ കമ്മിറ്റി ഇങ്ങനെയുള്ള ഈ ആളുകൾ മൊത്തത്തിൽ ഇവിടുന്ന് ഒയ്യാതിരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ കാര്യം കോർപ്പറേഷൻ അധികൃതരോട് നിങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നില്ലേ? ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചതാണ്. സമരത്തിൽ കൂടെ തന്നെ പല പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയതുമാണ്. അവര് ഇതിനെ പറ്റിയിട്ട് ഒരു മുഖവരിപ്പ് കാര്യങ്ങൾ എടുക്കുന്നില്ല. കാരണം ഇതിൽ വമ്പ അഴിമതി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ബീച്ചിൽ ഉദ്ഘാടനം കഴിഞ്ഞത് അതും വമ്പ അഴിമതി ആയിട്ടാണ് ഇപ്പോൾ ഇവർ കോർപ്പറേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോഴിക്കോട് മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾക്ക് അത് ഒരു സൗകര്യമാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ പറിച്ചു നട്ടു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന തൊഴിലാളികൾക്ക് തൊഴിലുണ്ടോ അല്ല വ്യാപാരികൾക്ക് വ്യാപാരം ഉണ്ടോ എന്ന് ഓല് ശ്രദ്ധിക്കില്ല. ഓർക്ക് ഈ സ്ഥലം പ്രൈവറ്റ് കമ്പനിക്ക്, സ്വകാര്യ വ്യക്തിക്ക് വിൽപ്പന നടത്താൻ ഓർക്ക് അതിലെ കമ്മീഷൻ പറ്റാനുള്ള ഒറ്റ ഇവിടെ ഭരിക്കണ ഭരണാധികാരികൾക്ക് അതിൽ കമ്മീഷൻ എത്രത്തോളം പറ്റാൻ കഴിയുമോ അതിനുള്ള ശ്രമം നടത്തണേ. ആയിരക്കണക്കിന് 5000-ൽ പരം ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ഈ പച്ചക്കറി മാത്രമല്ല, ഇവിടെ പുറത്ത് തൈര് കച്ചവടം, ഇലക്കച്ചവടം, മിഠായി കച്ചവടം, കൊട്ടക്കച്ചവടം, ഇതിനോട് വപ്പട കച്ചവടം, ഇതിനെ കൊണ്ട് അനുബന്ധിച്ച് പല ആളുകളും, ഏത് ചെറുതും വലുതുമായ പല ആളുകളും ഇവിടെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് ഇത് എടുത്തെറിയപ്പെട്ടിട്ട് അവിടെ വന്ന തന്നെ താഴത്ത് ഫുള്ള്
പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് വലിയ 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 ആളുകൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിട്ട് ഇവിടെയുള്ള ലൈസൻസുകൾക്ക് ബിൽഡിങ്ങിന്റെ മുകളിൽ കൊടുക്കുക. ഏത് സ്ഥലത്താണ് മാർക്കറ്റ് മുകളിലുള്ള സ്റ്റെപ്പ് 40 സ്റ്റെപ്പ് കയറിയിട്ട് വേണം സാധനം കയറി ഇറങ്ങാൻ. ബിസിനസ് പരിപൂർണമായിട്ടും നഷ്ടപ്പെടും. ആയിരക്കണക്കിന് ആൾക്കാരെ അന്നം മുട്ടിക്കും. അത് തന്നെയാണ് രോഹിണി ഈ തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അന്നം മുട്ടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കോർപ്പറേഷന്റെ ഈ നടപടി എന്നാണ് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇന്നാണ് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്ലുത്താൻ കടവിലെ ഈ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യും. പക്ഷെ അപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധം ഈ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ്. അവർ ഈ കാര്യങ്ങൾ നിരന്തരം കോർപ്പറേഷനോട് ബന്ധപ്പെട്ടിരുന്നു, അവർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ഇവരുടെ പരാതിക്ക് ഒരു വിലയും കോർപ്പറേഷൻ നൽകിയിട്ടില്ല എന്നതാണ്. എന്തായാലും ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് കച്ചവടക്കാരെ മാറ്റി കല്ലുത്താൻ കടവിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ കണ്ണായ സ്ഥലം അത് മറിച്ച് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുള്ള നീക്കമാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഈ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പിണറായി വിജയൻ ഈ കല്ലുത്താൻ കടവിലെ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യും. രോഹിണി, ശരി അനഘ. കോഴിക്കോട്ടെ വ്യാപാരികളെ അവഗണിച്ച് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്ന നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. പുതിയ പച്ചക്കറി മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വ്യാപാരികൾ പ്രതിഷേധിച്ച് ഇന്ന് കരിദിനം ആചരിക്കും എന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെയാണ് വ്യാപാരികളുടെ ഈ പ്രതിഷേധം എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യവും. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.